സാറേ, സാറ് 50,000 രൂപയ്ക്ക് വിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഞാനൊരു 1.5 ലക്ഷം രൂപയ്ക്ക് അങ്ങ് വിൽക്കും. സാറിന് ഒരു 75,000 രൂപ, എനിക്കൊരു 75,000 രൂപ. നിങ്ങളെങ്ങനെ ഇത്ര വില കൂട്ടി വിൽക്കും? സാർ, ഒരു 20,000 രൂപ നമ്മളൊരു നല്ല മെഡിക്കനായിട്ടുള്ളൊരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള റീൽസും സ്റ്റോറിയും എല്ലാം അവർ ഷെയർ ചെയ്യും. അതിന് നല്ല റീച്ച് കിട്ടും. അപ്പോൾ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമുക്ക് സെയിൽ കൺഫേം ആണ്. പക്ഷെ അത് ഭയങ്കര ഓവർ പ്രൈസ് അല്ലേ? സാർ, നമ്മളൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന അങ്ങനെയല്ലേ, ബ്രാൻഡിന് എപ്പോഴും നല്ല കാശ് കൊടുക്കേണ്ടി വരും. ഈടോ അഫോർഡബിൾ റേറ്റും നല്ല ക്വാളിറ്റിയും നല്ല സർവീസും കൊടുക്കുന്നതുകൊണ്ടല്ലേ കഴിഞ്ഞ 20 വർഷമായിട്ട് നമ്മളെ ആൾക്കാർ നമ്മുടെ പ്രൊഡക്റ്റ് മേടിക്കുന്നതും മേടിച്ച ആൾക്കാർ നമ്മുടെ പ്രോഡക്ട്സ് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. ഇല്ലെങ്കിൽ നമുക്ക് 20 വർഷം ഇൻഡസ്ട്രി നിൽക്കാൻ പറ്റുമോ? അപ്പോൾ സാറിന് കാശുണ്ടാക്കണം, വളരണമെന്നൊന്നുമില്ലേ? ഈടോ പൈസ മാത്രം ഉണ്ടാക്കിയാൽ മതിയോ? നമ്മളൊരു പ്രൊഡക്റ്റ് കൊടുക്കും, അത് ഉപയോഗിക്കുന്നവരുടെ സാറ്റിസ്ഫാക്ഷനും നമുക്ക് പ്രധാനമല്ലേ? അപ്പോഴല്ലേ നമ്മളും ഒരു സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. പണമുണ്ടാക്കുന്നത് ബിസിനസ്സാണ്, പക്ഷേ വിശ്വാസമുണ്ടാക്കുന്നത് ബ്രാൻഡാണ്. പണം കയ്യിലേക്ക് മാത്രം വരും, വിശ്വാസം തലമുറകളിലേക്ക് പോകും.